ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 29. ജ്ഞാനപ്രദൻ ത്രിദശസേന പ്രധാനി കുലയാനത്തലാനുജന്നുമേക്കാനന്ദതൻ പളനിയാനന്ദവാസി ഗളഭൂനന്ദിയോർക്കമനമേ. വേനപ്രഭാഹസിത വേനൽ പ്രഭാതരുചി ദീനപ്രദീന പരമാം യാനപ്രദേശമധു ദാനസ്ഥലസ്മരണ ദീനക്ഷയത്തിനുദകും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 29 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ജ്ഞാനപ്രദനും ദേവന്മാരുടെ സേനാധിപതിയും കൊലയാനയുടെ തലയോടു കൂടിയ ഗണപതിയുടെ അനുജനും ഉമയ്ക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനും പളനിയിൽ പരമാനന്ദത്തോടു കൂടി വസിക്കുന്നവനുമായ സുബ്രഹ്മണ്യന്റെ ഗളപ്രദേശം ആനന്ദിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ് എന്നുള്ള വസ്തുത അല്ലയോ മനസ്സേ, നീ ഓർത്തുകൊള്ളുക. ആ കണ്ടപ്രദേശം വേനൽക്കാലത്ത് പ്രഭാതത്തിൽ പെട്ടെന്ന് വർദ്ധിച്ചു വരുന്ന സൂര്യപ്രഭയെ നിഷ്പ്രഭമാക്കി കളയുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. ജീവിതത്തിൽ ദുഃഖത്തെ തീരെ ഇല്ലാതാക്കി തീർക്കുന്നതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ധ്യാനമാകുന്ന തീർത്ഥയാത്രയ്ക്ക് അത് നല്ല ലക്ഷ്യസ്ഥാനമാണ്. എല്ലാ അഭിഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്ന ആ ഗളപ്രദേശത്തെ ധ്യാനിക്കുന്നത് ദുഃഖങ്ങളെല്ലാം ഇല്ലാതായി തീരുന്നതിന് ഉപകരിക്കും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.